ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് കാലുകളൊക്കെ ഒന്ന് സുന്ദരമാക്കിയാലോ? പണ്ടുള്ള കാലങ്ങളിൽ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ആളുടെ കാല് നോക്കിയാൽ അറിയാം അവർക്കുള്ള വൃത്തിയെന്ന്. നമ്മുടെ കാലുകളിൽ എത്ര പോവാത്ത ടാനാണെങ്കിലും ഡ്രൈ സ്കിന്ന്, നമ്മുടെ കാല് വിണ്ട് കീറുക, അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പായ്ക്ക്, അതുപോലെ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ടാൻ മാറ്റാൻ പറ്റിയ നല്ലൊരു ഇതാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു രൂപയുടെ ചെറിയ പാക്കറ്റ് കുറച്ച് ഷാമ്പു, അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മിക്സ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പായ്ക്കായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. 100% റിസൾട്ടുള്ള നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പാത്രത്തിൽ 1 സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് തേനുമാവും, പിന്നെ നമ്മൾ 1/2 തക്കാളിയും കൂടെ എടുത്തിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാലുകളിലിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഞാൻ തെളിവ് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം എത്രമാത്രം നമ്മുടെ കാലുകൾ ക്ലീൻ ആവുന്നുണ്ട്, എത്രമാത്രം ടാനൊക്കെ പോയി എന്നൊക്കെ. അപ്പം നമ്മൾ ഈ തക്കാളിയിൽ നമ്മുടെ പഞ്ചസാര തേനുള്ള മിക്സ് മുക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം കൊണ്ട് നമ്മുടെ കാല് നല്ല ഭംഗിയുള്ളതാക്കി മാറ്റാൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം ഇതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ കാലുകൾ ഇങ്ങനെ ആഴ്ച ഒരു വട്ടം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇതേ രീതിയിൽ നന്നായിട്ട് വൃത്തിയൊക്കെ ആക്കി എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് റബ്ബൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 കാലുകളിലും. എന്നിട്ട് നമ്മളിത് 20 മിനിറ്റ് നേരം ഉണങ്ങാൻ വേണ്ടി നമുക്ക് അങ്ങ് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് തന്നെ നമ്മൾ മിച്ചം വന്നത് വെച്ചിട്ട് നമ്മുടെ കൈയും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ കൈയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നമ്മുടെ കയ്യിലെ ടാനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലും മിച്ചം വന്നത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാലിലേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ പോലും വരത്തില്ല ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടോ, ഒട്ടും നമ്മുടെ കയ്യിലാകത്തില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമ്മൾ തുടച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മളുടെ ആ പായ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ കാലുകൾക്ക് എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അത് തുടയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കാലിലെ പകുതി മുക്കാൽ ടാനും എല്ലാം മാറിയിട്ടുണ്ട്, അതുപോലെ ഡ്രൈ സ്കിന്നും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പറയും. പിന്നെ നമ്മുടെ നെയിലിലെ അഴുക്കൊക്കെ മാറാൻ വേണ്ടി നമ്മൾ അത് തുടച്ചതിന് ശേഷം കുറച്ച് നാരങ്ങ നന്നായിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങയും അതുപോലെ തന്നെ ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ്. അപ്പം നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിലത്തെ അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകും, പുറത്തൊക്കെ ഇരിക്കുന്ന അഴുക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നമ്മുടെ നെയിലിന് നല്ല കളറും വരും കേട്ടോ. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് നേരം നമ്മളിങ്ങനെ വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മുടെ നെയിലിന്. എന്നിട്ട് നമ്മൾ നാരങ്ങയൊക്കെ നകത്ത് തേച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പായ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടിട്ട് നമ്മൾ നെയിലിൽ കളർ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നാരങ്ങ തേച്ചേക്കുന്നത് കൊണ്ടിട്ട് അങ്ങനെ നെയിലിൽ കളറൊന്നും പിടിക്കത്തില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് നമ്മളുടെ ആ മാജിക്കൽ പായ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും ഇതിൻ്റെ ഈ ചേഞ്ച് കണ്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ കേട്ടോ. ഞാൻ പല രീതിയിലും എൻ്റെ കാലുകൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് പരീക്ഷിച്ച് നോക്കാറുണ്ട്. ശേഷം നമുക്ക് വന്നത് നമ്മൾ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പായ്ക്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് അതൊന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം മിച്ചം വന്നത് നമ്മൾ കൈകളിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയിച്ചാൽ മാത്രമേ ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ആ പായ്ക്കൊക്കെ ഉണങ്ങി കേട്ടോ. ഇപ്പോൾ അതിനൊരു റെഡിഷ് കളർ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് തുടച്ചങ്ങ് മാറ്റുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് കഴുകിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നത്. അത് തുടയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മുടെ കാലിൻ്റെ ആ വ്യത്യാസം. എത്രയോ ആ ടാനൊക്കെ നന്നായിട്ട് മാറി, കാലൊക്കെ നല്ല കളറായി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. 100% റിസൾട്ട് ഉണ്ട്. ഞാൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളിൽ എത്തിക്കുകയുള്ളൂ. അപ്പോൾ 100% റിസൾട്ട് ഉണ്ട്. ചെറിയൊരു മഞ്ഞപ്പ് വന്നിരിക്കുന്ന മഞ്ഞപ്പൊടിയുടെ കളറാണ് കേട്ടോ. ലാസ്റ്റത്തെ ഇതാണ്, നോക്കിക്കേ, നല്ല വ്യത്യാസം ഉണ്ടായി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.